ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. 6-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയ പപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുതഃ. സൂതഃ ഉവാച, സൂതൻ പറഞ്ഞു, ഹേ ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ, ദേവർഷിയേ ജന്മ കർമ്മ ച, ദേവർഷിയുടെ ജന്മത്തെയും കർമ്മത്തെയും ഏവം നിശമ്യ, ഇപ്രകാരം കേട്ടിട്ട്, സത്യവതീ സുതഃ, സത്യവതീ പുത്രനും ഭഗവാൻ, ഭഗവാനുമായ വ്യാസഃ ഭൂയഃ തം പപ്രച്ഛ, വ്യാസര് പിന്നെയും അവനോട് ചോദിച്ചു. സൂതര് ശൗനകരോട് പറയുകയാണ്, ഹേ ശൗനക മഹർഷി, ദേവർഷി നാരദരുടെ പൂർവജന്മത്തെയും അതിൽ സംഭവിച്ചതായ കർമ്മത്തെയും കേട്ടപ്പോൾ സത്യവതീ പുത്രനായ ഭഗവാൻ വ്യാസമഹർഷി അദ്ദേഹത്തോട് പിന്നെയും ഇപ്രകാരം ചോദിച്ചു. ശ്ലോകം വായിക്കാം. ഏവം നിശമ്യ ഭഗവാൻ ദേവർഷിർജന്മ കർമ്മ ച ഭൂയ പപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുതഃ. വ്യാസ ഉവാച. ശ്ലോകം 2. ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനാദേഷ്ടൃഭിസ്തവ വർത്തമാനോ വയസ്യാദ്യേ തത കിമകരോത് ഭവാൻ. തവ, അങ്ങയ്ക്ക്, വിജ്ഞാനാദേഷ്ടൃഭിഹി, വിജ്ഞാനത്തെ ഉപദേശിച്ച ഭിക്ഷുഭിഹി, ഭിക്ഷുക്കളാൽ, വിപ്രവസിതേ, ആ സ്ഥാനം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ, ആദ്യേ വയസ്സി വർത്തമാനഃ, ആദ്യത്തെ വയസ്സിൽ ഇരിക്കുന്ന ഭവാൻ തതഃ കിം അകരോത്, അവിടുന്ന് പിന്നീട് എന്തു ചെയ്തു? വ്യാസര് ചോദിക്കുകയാണ്, ഹേ ഭഗവൻ, അല്ലയോ ഐശ്വര്യാദി പരിപൂർണനായ ദേവർഷി, അങ്ങയ്ക്ക് ജ്ഞാനം ഉപദേശിച്ച സന്യാസി വര്യന്മാര് അവിടെ നിന്ന് യാത്രയായതിൽ ശേഷം ബാലനായിരുന്ന അങ്ങ് എന്താ ചെയ്തത്? ശ്ലോകം വായിക്കാം. ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനാദേഷ്ടൃഭിസ്തവ വർത്തമാനോ വയസ്യാദ്യേ തത കിമകരോത് ഭവാൻ. ശ്ലോകം 3. സ്വായംഭുവ കയാവൃത്യ വർത്തിതം തേ പരം വയഃ കഥം ചേതമുദസ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. ഹേ സ്വയംഭുവ, അല്ലയോ ബ്രഹ്മപുത്ര, പരം വയഃ, പിന്നെയുള്ള കാലം, കയാവൃത്യ തേ വർത്തിതം, എന്ത് വൃത്തി കൊണ്ട് അങ്ങ് വർത്തിക്കപ്പെട്ടു? ഇതം കളേവരം, ഈ ശരീരത്തെ, കാലേ പ്രാപ്തേ, കാലം സമീപിച്ചപ്പോൾ, കഥം ഉദസ്രാക്ഷീഹി ച, എങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു? വ്യാസരി ചോദിക്കുകയാണ്, ഹേ ബ്രഹ്മപുത്ര, അങ്ങയുടെ ശേഷിച്ച ജീവിതം എപ്രകാരമായിരുന്നു?
ദാസീപുത്രനായിട്ടാണല്ലോ അങ്ങ് അന്ന് വർത്തിച്ചിരുന്നത്. ആ ശരീരം അവസാനിക്കേണ്ടതായ കാലം എത്തിയപ്പോ അങ്ങ് അതിനെ ഏതു വിധത്തിൽ ഉപേക്ഷിച്ചു? സ്വയംഭുവ കയാവൃത്യ വർത്തിതം തേ പരം വയഃ കഥം ചേദമുദസ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. ശ്ലോകം 4. പ്രാക്കൽപ്പവിഷയാമേതാം സ്മൃതിം തേ സുരസത്തമ നഹ്യേഷ വ്യവധാത് കാല ഏഷ സർവനിരാകൃതിഃ. ഹേ സുരസത്തമ, അല്ലയോ ദേവശ്രേഷ്ഠ, തേ അങ്ങയ്ക്ക് പ്രാക്കൽപ്പ വിഷയാം പൂർവകൽപ്പത്തെ ആശ്രയിച്ചിരുന്നതായ ഏതാം സ്മൃതിഹി ഈ ഓർമ്മയെ സർവനിരാകൃതിഹി ഏഷഃ കാലഃ ന ഹി വ്യവധാത്. സർവനിരാകൃതിഹി എല്ലാം നിരാകരിക്കുന്ന ഈ കാലം, ഏഷഃ കാലഃ ന ഹി വ്യവധാത് മറച്ചില്ലല്ലോ. അദ്ദേഹം തന്റെ ആശ്ചര്യത്തെ ഇവിടെ പറയുകയാണ്. ഹേ ദേവർഷേ, ഈ അങ്ങ് പറഞ്ഞ കഥയില് അങ്ങ് പൂർവജന്മത്തെയാണല്ലോ പറഞ്ഞത്. ദാസീപുത്രനായിരുന്നു, അങ്ങനെ വർത്തിച്ച ആ കാലം. അത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ഓർമ്മ അങ്ങക്ക് നശിക്കാതിരിക്കുന്നതിന് കാരണം എന്ത്? കാലം സർവത്തെയും മറപ്പിക്കുന്നതാണല്ലോ എന്ന് ചോദിക്കുകയാണ്. പ്രാക്കൽപ്പവിഷയാമേതാം സ്മൃതിം തേ സുരസത്തമ നഹ്യേഷ വ്യവധാത് കാല ഏഷ സർവനിരാകൃതിഃ. നാരദ ഉവാച ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനാദേഷ്ട്രിഭിർമമ വർത്തമാനോ വയസ്യാദ്യേ തദ ഏതദകാരശം. നാരദഃ ഉവാച, നാരദര് മറുപടി പറയുകയാണ്. മമ വിജ്ഞാനാദേഷ്ട്രിഭിഃ ഭിക്ഷുഭിഃ, എനിക്ക് വിജ്ഞാനം ഉപദേശിച്ച ഭിക്ഷുക്കളാൽ വിപ്രവസിതേ ആ സ്ഥലം വിട്ട് പോകപ്പെട്ടപ്പോൾ ആദ്യേ വയസ്സി, അതായത് ആദ്യ വയസ്സില് ബാല്യത്തില് വർത്തമാനഃ അഹം ഞാൻ, അങ്ങനെ തന്നെ വർത്തിക്കുന്നവനായ ഞാൻ, തതഃ ഏതത് അകാരശം അനന്തരം ഇതിനെ ചെയ്തു. എനിക്ക് ജ്ഞാനത്തെ ഉപദേശിച്ചു തന്ന ഭിക്ഷുക്കള് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ബാലനായിരുന്നു ഞാൻ എന്താ ചെയ്തത് എന്നല്ലേ അങ്ങ് ചോദിച്ചത്? ഞാൻ ഈ വിധം അകാർഷം, അതായത് പ്രവർത്തിച്ചു. അകാരഷം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഛന്ദോബദ്ധമാണ്. ആർഷം അല്ലെങ്കിൽ കവിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നാരദ ഉവാച ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനാദേഷ്ട്രിഭിർമമ വർത്തമാനോ വയസ്യാദ്യേ തദ ഏതദകാരശം. ആറാമത്തെ ശ്ലോകം വായിക്കാം. ഏകാത്മജാ മേ ജനനീ യോഷിന്മൂഢാച കിങ്കരീ മയ്യാത്മജേനന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം. കിങ്കരീ അതായത് ദാസിയും, മൂഢ അധികം അറിവില്ലാത്തവളും, യോഷിത് സ്ത്രീയും, ഏകാത്മജ ഒരേ ഒരു പുത്രനോട് കൂടിയവളുമായ മേ ജനനി എന്റെ അമ്മ, ആത്മജേ അനന്യഗതൗ പുത്രനും മറ്റു ഗതിയില്ലാത്തവനുമായ മയി എന്നിൽ, സ്നേഹാനുബന്ധനം ചക്രേ സ്നേഹബന്ധത്തെ ചെയ്തു. അതായത് കുറേ കാലം എനിക്ക് എൻ്റെ അമ്മയോടുള്ള ആ സ്നേഹം, ആ കടമ നിറവേറ്റേണ്ടതുണ്ടായിരുന്നു.
അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു? ജ്ഞാനോപദേശം ലഭിച്ചവനായിരുന്നിട്ടും അമ്മയോട് തന്നെ ഒരുമിച്ച് വർത്തിച്ചു എന്നാണ് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഏകപുത്രനായിരുന്നു. അമ്മയോ ഈ സംഘം ഇല്ലാതിരിക്കണം എന്നൊക്കെ ഉപദേശിക്കുവാൻ പാകത്തിനുള്ള ജ്ഞാനമുള്ള ആളായിരുന്നില്ല. അറിവില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു, ദാസിയായിരുന്നു. അന്യ ആശ്രയം ഒന്നുമില്ല. ഞാൻ മാത്രമായിരുന്നു അമ്മയ്ക്ക് ഏകാശ്രയം. അപ്പോൾ എന്നിൽ അമ്മയുടെ സ്നേഹം ബലമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അമ്മയെ എങ്ങനെ പിരിഞ്ഞു പോകാനാണ്? അപ്പോൾ ആ സ്നേഹബന്ധം അമ്മയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയോടൊപ്പം ഞാൻ വർത്തിച്ചു. 6ാമത്തെ ശ്ലോകം വായിക്കാം. ഏകാത്മജാമേ ജനനീ യോഷിന്മൂഢാച കിങ്കരീ മയ്യാത്മജനന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം. 7ാമത്തെ ശ്ലോകം വായിക്കാം. സാ സ്വതന്ത്രാ ന കൽപ്പാസീത് യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാദാരുമയീ യഥാ. മമ യോഗക്ഷേമം ഇച്ഛതി, എന്റെ യോഗക്ഷേമത്തെ ആഗ്രഹിക്കുന്നവളും അസ്വതന്ത്ര സാ, സ്വാതന്ത്ര്യമില്ലാത്തവളുമായ അവൾ അമ്മ, കൽപ്പ ന ആസീത്, അത്യധികം സമർത്ഥയൊന്നും ആയിരുന്നില്ല. ലോകഃ, ലോകം, ദാരുമയീ യോഷ യഥാ, മരം കൊണ്ടുള്ള ഒരു സ്ത്രീ രൂപം പോലെ, ഈശസ്യ വശേഹി, ഈശ്വരന്റെ അധീനത്തിലാണല്ലോ. അപ്പോ അന്യന്റെ അധീനത്തിൽ ഇരിക്കുന്ന എൻ്റെ അമ്മ, അമ്മയുടെ സ്വാതന്ത്ര്യ പ്രകാരം ഇഷ്ടാനുസരണം എനിക്ക് വേണ്ടുന്ന യോഗക്ഷേമത്തെ നടത്തുവാൻ സാമർഥ്യമില്ലാത്തവളായിരുന്നു. അങ്ങനെ അമ്മ വ്യസനിച്ചിരുന്നു, ദുഃഖിച്ചിരുന്നു. മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ്, കർമ്മബദ്ധരാണ് എന്നുള്ള ബോധവും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ലോകം മുഴുവനും മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ത്രീ പ്രതിമ എന്ന പോലെ അതിനെ കൊണ്ട് കളിപ്പിക്കുന്ന നാഥനും, അതായത് ഈശ്വരനും, സർവ അന്തര്യാമിയുമായ ഈശ്വരൻ ആണ്, എല്ലാവരിലും വസിക്കുന്ന ഈശ്വരനാണ്. ആ ഈശ്വരന്റെ അധീനത്തിലാണ് എല്ലാം എന്ന് ആ അമ്മയ്ക്ക് അറിയുവാൻ കഴിയുമായിരുന്നില്ല. എല്ലാവരും അങ്ങനെയാണ്. അതേപോലെ അസ്വാതന്ത്ര്യത്തിന് പുറമേ എല്ലാവർക്കും കർമ്മബദ്ധരാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ദാസീഭാവം ഉണ്ടായിരുന്നത് കൊണ്ട് സ്വാതന്ത്ര്യമില്ലായ്മ കൂടുതലുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു? അതെനിക്കറിയാം. അമ്മയ്ക്ക് എൻ്റെ ഉയർച്ചയില് വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. എൻ്റെ യോഗക്ഷേമം അമ്മ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത്രയ്ക്ക് കണ്ടമ്മ സ്വതന്ത്രയായിരുന്നില്ല. സാ സ്വതന്ത്ര ന കൽപ്പാസീത് യോഗക്ഷേമം മമേച്ഛതി ഈശസ്യ ഹി വശേ ലോകോ യോഷാദാരുമയീ യഥാ. അഹം ച തദ്ബ്രഹ്മകുല ഊഷിവാംസ്തദവേക്ഷയാ ദിഗ്ദേശകാലായുത്പന്നോ ബാലക പഞ്ചഹായനഃ. ദിഗ്ദേശകാലാ ഉത്പന്നഃ, അതായത് ദിക്ക് കാലം ഇവയറിയാത്ത, പഞ്ചഹായനഃ 5 വയസ്സുള്ള, ബാലകഃ കുട്ടിയായ, അഹം ച ഞാനും, തദപേക്ഷയ ആ അമ്മയുടെ സ്നേഹത്തെ അപേക്ഷിച്ചുകൊണ്ട്, തത് ബ്രഹ്മകുലേ ആ ബ്രഹ്മകുലത്തില്, ഊഷിവാൻ
വസിച്ചു. ശ്ലോകത്തില് ഊഷിവാം തദവേക്ഷയ എന്നാണ്. സന്ധി ചെയ്യുമ്പോ ഊഷിവാൻ എന്ന് മാറും. എട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. അഹം ച തദ്ബ്രഹ്മകുല ഊഷിവാംസ്തദവേക്ഷയാ ദിഗ്ദേശകാലാവ്യുത്പന്നോ ബാലക പഞ്ചഹായനഃ. അതേപോലെ തന്നെ ബ്രഹ്മകുല ഊഷിവാൻ, അത് സന്ധി ചെയ്യുമ്പോൾ ബ്രഹ്മകുലേ എന്നായി മാറും. സന്ധി നിയമം അങ്ങനെയാണ്. പിന്നീട് ഒന്നിനെക്കുറിച്ചും അത്രയധികം ജ്ഞാനമില്ലാത്തവനായ 5 വയസ്സ് ചേർന്ന ബാലകനായ ഞാനും, അതായത് നാരദ മഹർഷിയും, അമ്മയുടെ സ്നേഹത്തെ ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ് 5 വയസ്സ് എന്നുള്ളത്. അത് ആ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് ആ ബ്രഹ്മകുലത്തിൽ അങ്ങനെ വസിച്ചു. പിന്നീട് എന്താ സംഭവിച്ചത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഭക്തജനങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അനുഗ്രഹിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.